Hello students, in the last lecture we have seen the principle of operation of circuit breakers. In this video let us study the different types of circuit breakers. So based on the medium used for arc extinction, the circuit breakers are classified into oil circuit breaker, air blast circuit breaker, SF6 circuit breaker or sulfur hexafluoride circuit breaker and vacuum circuit breaker. So for oil circuit breaker, transformer oil is used as an arc extinction medium. For air blast circuit breaker, a high pressure air is blasted across these contacts. For SF6CB, SF6 gas is used for arc extinction, and for vacuum CB, vacuum is used for arc extinction. In this video, let us study about oil CB and air blast CB. So first, oil CB. So oil CB le transformer oil aanu arc quenching medium aayittu use cheyyunnathu. Okay, so ee contacts fixed contact and moving contact adu separate cheyyunnathu ee oil il vechu thannana fixed contact and moving contact separate avunnathu. So normal condition il fixed contact normal moving contact closed position il aayirikkum. Ini oru fault current varumbam aa fault current eliminate cheyan vendi nammal അതായത് സിസ്റ്റത്തിനെ നമ്മൾ ഫോൾട്ടി സിസ്റ്റത്തിനെ ഹെൽത്തി സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയാണ് ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ഓപ്പൺ ആവുന്നത്. സോ ഇങ്ങനെ ഓപ്പൺ ആവുമ്പം അവിടെ ഒരു ആർക്ക് ഫോം ചെയ്യും. ഓക്കെ, സോ ഈ ആർക്ക് കാരണം അവിടെ ആ മീഡിയത്തിൽ ഒരു ഹൈ ഹീറ്റാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഹൈ ഹീറ്റ് കാരണം ഈ ഓയിൽ ഡിസോസിയേറ്റ് ചെയ്ത് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. ഓക്കെ, സോ ഈ ഹൈഡ്രജൻ ഗ്യാസ് കാരണമാണ് ഇവിടെ ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആവുന്നത്. ഓക്കെ, അതായത് ഹൈഡ്രജൻ ഗ്യാസ് ഹാസ് ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി. ഓക്കെ, അതായത് ഹീറ്റ് കണ്ടക്ടിവിറ്റി അതിന് കൂടുതലാണ്. സോ അത് കാരണം ഇവിടെ ഈ ആർക്ക് ഫോം ചെയ്തപ്പം റിലീസായ ഹൈ ഹീറ്റ് അതിനെ ഈ ഹൈഡ്രജൻ ഗ്യാസിന് അബ്സോർബ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ആ ആർക്കിനെ ഡിയണൈസ് ചെയ്യാം അല്ലെങ്കിൽ കൂൾ ഡൗൺ ചെയ്യാൻ സാധിക്കും. ഇനി അതുകൂടാതെ ഈ ഹൈഡ്രജൻ ഗ്യാസ് ഈ ഓയിലൊരു ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, സോ ടർബുലൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഓയിലിനെ ഈ ഫിക്സഡ് കോണ്ടാക്റ്റിനും മൂവിങ് കോണ്ടാക്റ്റിനും ഇടയ്ക്കോട്ട് ഡയറക്റ്റ് ചെയ്യും. സോ അങ്ങനെ ഓയിൽ കൂടുതലായിട്ട് ഈ കോണ്ടാക്റ്റ് ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായ ആർക്കിംഗ് പ്രോഡക്ട്സിനെ ഈ ഓയിൽ റിമൂവ് ചെയ്യും. ഓക്കെ, അതായത് ആ കോണ്ടാക്റ്റ് ഗ്യാപ്പിൽ നിന്ന് അവിടെ ഉണ്ടായ ആർക്കിംഗ് പ്രോഡക്ട്സിനെ ഓയിൽ റിമൂവ് ചെയ്യും. സോ അങ്ങനെ റിമൂവ് ചെയ്യുമ്പം അവിടെ ആർക്കിംഗ് പ്രോഡക്ട്സ് ഇല്ല. സോ അങ്ങനെ ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആവും. ഓക്കെ, സോ ആർക്കിനെ ഡിയണൈസും ചെയ്യുന്നുണ്ട്, അതുകൂടാതെ തന്നെ ആർക്കിംഗ് പ്രോഡക്റ്റിനെ ആ കോണ്ടാക്ട് ഗ്യാപ്പിൽ നിന്ന് എലിമിനേറ്റും ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആവുന്നത്. സോ ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആകുമ്പോൾ ഫോൾട്ട് കറണ്ടിനെ നമുക്ക് ഇൻറ്ററപ്റ്റ് ചെയ്യാൻ സാധിക്കും. സോ അതാണ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ വർക്കിംഗ്. So advantages of oil CB. So ഇവിടെ ഹൈഡ്രജൻ ഗ്യാസ് കാരണമാണ് ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആവുന്നത്. അതിന് ഹൈ ഹീറ്റ് കണ്ടക്ടിവിറ്റി ആണ്. സോ ആർക്ക് എനർജി പെട്ടെന്ന് തന്നെ ഇത് അബ്സോർബ് ചെയ്യും. ഇനി അതുകൂടാതെ ഇവിടെ ട്രാൻസ്ഫോമർ ഓയിലാണ് നമ്മൾ മീഡിയമായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ട്രാൻസ്ഫോമർ ഓയിൽ ക്യാൻ ബി യൂസ്ഡ് ബോത്ത് ആസ് ഇൻസുലേറ്റർ, ദാറ്റ് ഈസ് ഇൻസുലേറ്റിംഗ് മീഡിയം, ആൻഡ് ഫോർ ആർക്ക് എക്സ്റ്റിങ്ക്വിഷിംഗ് പർപ്പസ്. സോ രണ്ട് കേസിലും നമുക്ക് യൂസ് ചെയ്യാം. ഇൻസുലേറ്ററായിട്ട് ഓയിൽ യൂസ് ചെയ്യാം, അതുകൂടാതെ ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനും ട്രാൻസ്ഫോമർ ഓയിൽ യൂസ് ചെയ്യാം. ഇനി അതുകൂടാതെ തന്നെ ഇവിടെ ഈ ആർക്കുണ്ടായ ആ ഒരു അവിടെ സറൗണ്ടിങ് ഓയിലിന് ഒരു കൂളിംഗ് എഫക്റ്റ് വരുന്നുണ്ട്. സോ അങ്ങനെ ആർക്കിനെ നമുക്ക് ഡിയണൈസ് ചെയ്യാൻ സാധിക്കും. ഈ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഓയിൽ യൂസ് ചെയ്യുന്ന കാരണം ദർ ഇസ് എ റിസ്ക് ഓഫ് ഫയർ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഫ്ലേമബിൾ. ഇനി അതുകൂടാതെ എയറുമായിട്ടൊരു എക്സ്പ്ലോസീവ് മിക്സ്ചർ ഇത് ഫോം ചെയ്യും. പിന്നെ അതുകൂടാതെ തന്നെ ഈ ആർക്കിംഗ് പ്രോഡക്റ്റിനെ നമ്മൾ ആ ആർക്കിംഗ് പാത്തിൽ നിന്ന് റിമൂവ് ചെയ്യുമെങ്കിലും ഈ ആർക്കിംഗ് പ്രോഡക്റ്റ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ഓയിലിൽ തന്നെയാണ്. സോ അങ്ങനെ ഓയിൽ ക്വാളിറ്റി ഡിറ്റീരിയോറേറ്റ് ചെയ്യും. സോ അങ്ങനെ നമുക്ക് കുറേ അധികം ഓപ്പറേഷൻസ് കഴിയുമ്പം ഈ ഓയിൽ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. അതുകൂടാതെ കുറേ ഓപ്പറേഷൻ കഴിയുമ്പം ഈ ഓയിലിനെ നമ്മൾ റീപ്ലേസും ചെയ്യണം. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്.
ഇനി അടുത്തത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറാണ്. സോ ബൾക്ക് ഓയിൽ സി ബി ആൻഡ് ലോ ഓയിൽ സി ബി, അതാണ് two main classifications of oil circuit breaker: bulk oil circuit breaker and low oil circuit breaker. Bulk oil circuit breaker uses a large quantity of oil. Okay, അവിടെ ഒരു ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഓയിൽ കൂടുതൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് രണ്ട് പേർപ്പസിന് യൂസ് ചെയ്യാം. ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാനും അതുകൂടാതെ തന്നെ കണ്ടക്ടറിനെയൊക്കെ ഇൻസുലേറ്റ് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ലോ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ അവിടെ മിനിമം ഒരു എമൗണ്ടിലാണ് ഓയിൽ യൂസ് ചെയ്യുക. സോ അങ്ങനെ ഒരു സർക്യൂട്ട് ബ്രേക്കറിൽ ഓയിൽ യൂസ് ചെയ്യുന്നത് ആർക്ക് എക്സ്റ്റൻഷന് വേണ്ടി മാത്രമാണ് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇനി ബൾക്ക് ഓയിൽ സി ബി ആർ ഓഫ് ടു ടൈപ്സ്: പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ ആൻഡ് ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ. സോ പ്ലെയിൻ ബ്രേക്കിൽ സ്പെഷ്യൽ ആർക്ക് കൺട്രോൾ മെക്കാനിസം ഒന്നുമില്ല. അവിടെ ജസ്റ്റ് ഈ ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്ന് മൂവിങ് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ഒരു ഗ്യാപ്പ് ലെങ്ത് കാരണമാണ് അവിടെ ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആവുന്നത്. ആർക്ക് കൺട്രോൾ ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ വരുമ്പം അവിടെ സ്പെഷ്യൽ ആർക്ക് കൺട്രോൾ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഫസ്റ്റ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറാണ്. സോ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കർ നമ്മൾ നേരത്തെ ഓയിൽ സി ബിയുടെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഈ പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സർക്യൂട്ട് ബ്രേക്കറും. സോ ഇവിടെയും ഫിക്സഡ് കോണ്ടാക്റ്റ് ആൻഡ് മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ട്. സോ ഇവിടെ കോണ്ടാക്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്, അതായത് ആ ഓയിലിൻ്റെ പ്രസൻസിൽ വെച്ചിട്ട് തന്നെയാണ് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ആവുന്നത്. ഇനി പ്ലെയിൻ ബ്രേക്ക് ഓയിൽ സി ബിയിൽ വേറെ ആർക്ക് കൺട്രോൾ മെക്കാനിസം ഒന്നുമില്ല. ഈ ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്ന് മൂവിങ് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ചെയ്തിട്ട് മാത്രമാണ് ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ആവുന്നത്. അല്ലാതെ വേറെ ആർക്ക് കൺട്രോൾ ഡിവൈസസ് ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ആർക്ക് കൺട്രോൾ ഓയിൽ സി ബിയിൽ സ്പെഷ്യൽ ആർക്ക് കൺട്രോൾ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ആർക്ക് എക്സ്റ്റിങ്ക്വിഷൻ അതായത് ആർക്ക് എക്സ്റ്റിങ്ക്റ്റ് ആവുന്നത് when a certain critical gap between the contact is reached. So ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്ന് മൂവിങ് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ആയ ഒരു certain ഗ്യാപ്പ് എത്തുമ്പോഴാണ് ആർക്ക് ഇല്ലാതാവുന്നത്. സോ ഇവിടെ ഈ മേളിൽ ഈ കേസിങ്ങിൽ ഒരു എയർ കുഷ്യൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ എയർ കുഷ്യനിലാണ് ഇവിടെ വരുന്ന ആർക്ക് ഗ്യാസസ് ഒക്കെ വരുന്നത് ആ എയർ കുഷ്യനിലാണ്. ഓക്കെ, സോ അത് കാരണം നമുക്ക് ഓയിലുമായിട്ട് അത് മിക്സ് ആവത്തില്ല ഈ ആർക്ക് ഗ്യാസസ്. ഓക്കെ, ആ എയർ കുഷ്യനിലായിരിക്കും ആർക്ക് ഗ്യാസസ് വരുന്നത്, ഓക്കെ, കളക്ട് ചെയ്യുന്നത്. ഇനി അതുകൂടാതെ മെക്കാനിക്കൽ ഷോക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടി അത് യൂസ് ചെയ്യാറുണ്ട്. ഇനി നോർമൽ കണ്ടീഷനിൽ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പം നോർമൽ ലോഡ് കറണ്ട് ആയിരിക്കും സർക്യൂട്ടിൽ കൂടെ ഫ്ലോ ചെയ്യുക. ഇനി ഫോൾട്ട് വരുമ്പോൾ മൂവിങ് കോണ്ടാക്റ്റ് ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യും. സോ അങ്ങനെ ആർക്ക് സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ അവിടെ ഓയിലിൽ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ഫോം ചെയ്യും. സോ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഹൈഡ്രജൻ ഗ്യാസ് വെച്ചിട്ടാണ് ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. ഹൈഡ്രജൻ ഗ്യാസ് അവിടെ ഉണ്ടായ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് അതായത് ആർക്കിനെ ഡിയണൈസ് ചെയ്യും, അതുകൂടാതെ തന്നെ കൂളും ചെയ്യും. ഓക്കെ, ഇനി അതുകൂടാതെ ഈ ഹൈഡ്രജൻ ഗ്യാസ് ഒരു ടർബുലൻസ് ഓയിലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് കൂടുതൽ ഓയിലിനെ ഈ ഗ്യാപ്പിൽ, ഓക്കെ, ഈ ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റ് ഈ ഒരു ഗ്യാപ്പിൽ ഡയറക്റ്റ് ചെയ്ത് ആർക്കിംഗ് പ്രോഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യും. സോ ഇവിടെ വേറെ സ്പെഷ്യൽ ആർക്ക് കൺട്രോൾ ഡിവൈസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ജസ്റ്റ് രണ്ട് കോണ്ടാക്റ്റ് തമ്മിലുള്ള ഗ്യാപ്പ് ലെങ്ത് വെച്ചിട്ടാണ് സർക്യൂട്ട് കറണ്ട് ഇൻറ്ററപ്റ്റ് ആവുന്നത്. സോ ഒരു ക്രിട്ടിക്കൽ ഗ്യാപ്പ് ലെങ്ത് എത്തുമ്പോഴാണ് ആർക്ക് എക്സ്റ്റിങ്ക്വിഷ് ചെയ്തിട്ട് സർക്യൂട്ട് കറണ്ട് ഇൻറ്ററപ്റ്റഡ് ആവുന്നത്. സോ ഇവിടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് ആർക്ക് കൺട്രോൾ ഓയിൽ സി ബിയിൽ യൂസ് ചെയ്യുന്ന പോലെ സ്പെഷ്യൽ ആർക്ക് കൺട്രോൾ ടെക്നിക്ക് അല്ലെങ്കിൽ വേറെ ഡിവൈസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ജസ്റ്റ് ആ ഗ്യാപ്പ് ലെങ്ത് കാരണമാണ്. അപ്പം പക്ഷെ നമുക്ക് ആ ഗ്യാപ്പ് ലെങ്ത് ഒരു പെർട്ടിക്കുലർ ലിമിറ്റിനേക്കാളും കൂട്ടാൻ പറ്റത്തില്ല. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി അതുകൂടാതെ നമുക്കിപ്പം
സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ഫോൾട്ട് കറണ്ടിനെ ഇൻറ്ററപ്റ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ആർക്ക് ലെങ്ത് വളരെ കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പം അതും ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ദീസ് ബ്രേക്കേഴ്സ് ഹാവ് ലോങ് ആൻഡ് ഇൻകൺസിസ്റ്റൻറ്റ് ആർക്കിംഗ് ടൈംസ്. സോ ആർക്ക് എലിമിനേറ്റ് ചെയ്യാനും, അതായത് ആർക്കിംഗ് ടൈം, അതും ഒരു ലോങ് ടൈമാണ് എടുക്കുന്നത്. ഇനി അതുകൂടാതെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ നമുക്ക് പോസിബിൾ അല്ല. അതുകൂടാതെ തന്നെ ഹൈ സ്പീഡ് ഇൻറ്ററപ്ഷനും പോസിബിൾ അല്ല. ഒരു ക്രിട്ടിക്കൽ ഗ്യാപ്പ് ലെങ്ത് എത്തിയാൽ മാത്രമേ ആർക്കിനെ ഇൻറ്ററപ്റ്റ് ആവത്തുള്ളൂ, ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് ഹൈ സ്പീഡിൽ ഫോൾട്ട് കറണ്ടിനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത് കാരണം ഇങ്ങനെ ഇത്രയും ഡിസഡ്വാൻറ്റേജസ് ഉള്ള കാരണം നമ്മൾ ലോ വോൾട്ടേജ് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ് ടു 11 kV വരെയുള്ള ആപ്ലിക്കേഷൻസിനാണ് പ്ലെയിൻ ബ്രേക്ക് ഓയിൽ CB നമ്മൾ യൂസ് ചെയ്യുക. ഇനി അടുത്തത് ആർ കൺട്രോൾ ഓയിൽ CB ആണ്. സോ ആർ കൺട്രോൾ ഓയിൽ CBയും 2 ടൈപ്സ് ഉണ്ട്, സെൽഫ് ബ്ലാസ്റ്റ് ഓയിൽ CB ആൻഡ് ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ് ഓയിൽ CB. സെൽഫ് ബ്ലാസ്റ്റ് ഓയിൽ CB എന്ന് പറഞ്ഞാൽ ആർ കൺട്രോൾ is provided by internal means, that is arc itself is employed for its own extinction efficiently. Forced blast oil CB means arc control is provided by mechanical means external to the circuit breaker. അപ്പോൾ സെൽഫ് ബ്ലാസ്റ്റ് ആൻഡ് ഫോഴ്സ് ബ്ലാസ്റ്റ് ആണ് ആർക്ക് കൺട്രോളിൻ്റെ 2 ടൈപ്സ്. ഇപ്പോൾ സെൽഫ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് കാരണമാണ് അവിടെ ആർക്ക് എക്സ്റ്റിങ്ക്റ്റ് ആവുന്നത്. ഇനി ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെഷ്യൽ അല്ലാതെ ആർക്ക് കൺട്രോൾ ഡിവൈസസ് യൂസ് ചെയ്യുന്നുണ്ട്. Okay, so first is self blast oil CB. So first one, self blast oil CB. Self blast oil CB le arc control is provided by internal means, that is the arc itself is employed for its own extinction efficiently. Okay, so നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് വേറെ ഡിവൈസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, പകരം ഇവിടെ ആർക്ക് തന്നെയാണ് ആർക്ക് എക്സ്റ്റിങ്ഷൻ വേണ്ടി യൂസ് ചെയ്തത്. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ ഒരു ഫിക്സഡ് കോണ്ടാക്റ്റും മൂവിങ് കോണ്ടാക്റ്റും ഉണ്ട്. സോ ഇവിടെ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ചേംബർ യൂസ് ചെയ്തിട്ടുണ്ട്, അതിനെയാണ് പോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ കോണ്ടാക്ട്സിനെ സറൗണ്ട് ചെയ്തിട്ട് ചെയ്തിട്ടാണ് പോട്ട് വരുന്നത്. ഓക്കെ, സോ ഇവിടെ ആർക്ക് വരുമ്പം, അതായത് ആർക്ക് ഫോൾട്ട് കറണ്ട് വരുമ്പോൾ മൂവിങ് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ആവും. ഇനി ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യുമ്പം അവിടെ ആർക്ക് ഗ്യാസസ് ഉണ്ടാവും. സോ ആ ആർക്ക് ഗ്യാസസിനെ നമ്മൾ ഈ ഒരു ചെറിയ കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ചേംബർ അല്ലെങ്കിൽ ഈ പോട്ടിലാണ് നമ്മൾ കണ്ടെയ്ൻ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതായത് ഒരു സ്മോൾ ഏരിയയിലാണ് നമ്മൾ ഈ ആർക്ക് ഗ്യാസിനെ കണ്ടെയ്ൻ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഒരു ഹൈ പ്രഷർ ഡെവലപ്പ് ചെയ്യും. അപ്പം ഈ ഹൈ പ്രഷർ കാരണം കൂടുതൽ ഓയിൽ ഈ ആർക്ക് പാത്തിലോട്ട് ഡയറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പം കൂടുതൽ വലിയൊരു വാല്യൂ ഓഫ് ഫോൾട്ട് കറണ്ട് ആണെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്യുന്ന ആർക്ക് ഗ്യാസസും കൂടുതലായിരിക്കും. അങ്ങനെ ഒരു ഹൈ പ്രഷർ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ വരിക. ഇപ്പം ലോ വാല്യൂ ഓഫ് ഫോൾട്ട് കറണ്ട് ആണെങ്കിൽ അതനുസരിച്ച് ആർ ഗ്യാസസും കുറവായിരിക്കും, ലോ പ്രഷർ ആർ ഗ്യാസസ് ആയിരിക്കും ഈ പോട്ടിൻ്റെ ഉള്ളിൽ വരിക. ഓക്കെ, സോ ആ ഫോൾട്ട് കറണ്ടിൻ്റെ വാല്യൂവിനെ അനുസരിച്ചാണ് ഇവിടെ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ആർക്ക് കാരണമാണ് ആർക്കിനെ ഇവിടെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. അതായത് ആർ ഗ്യാസസ് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്നത്. സോ അതാണ് സെൽഫ് ബ്ലാസ്റ്റ് ഓയിൽ CB. സോ ഇവിടെ നമുക്ക് പ്ലെയിൻ ബ്രേക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പം പ്ലെയിൻ ബ്രേക്ക് ആ ഒരു ക്രിട്ടിക്കൽ ഗ്യാപ്പ് ലെങ്ത് എത്തിയാലേ ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യത്തുള്ളൂ. അപ്പം ഇവിടെ നമുക്ക് ആ ഒരു ഗ്യാപ്പ് ലെങ്ത്തിൻ്റെ പ്രശ്നം വരുന്നില്ല. ഓക്കെ, അപ്പം ആർക്കിംഗ് ടൈമും ഇവിടെ കുറവാണ്, പെട്ടെന്ന് തന്നെ ആർക്കിനെ നമുക്ക് റിമൂവ് ചെയ്യാം. പ്ലെയിൻ ബ്രേക്കിൻ്റെ അത്രയും ടൈം എടുക്കത്തില്ല. അതുകൂടാതെ ഗ്യാപ്പ് ലെങ്ത്തും നേരത്തെ പോലെ ഇൻക്രീസ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി അഡ്വാൻറ്റേജസ്, ദ പ്രഷർ ചേംബർ ഇസ് ചീപ്പ്, ഗീവ്സ് റെഡ്യൂസ്ഡ് ഫൈനൽ ആർക്ക് എക്സ്റ്റിങ്ഷൻ ഗ്യാപ്പ് ലെങ്ത്. ഓക്കെ, അപ്പം ഗ്യാപ്പ് ലെങ്ത്, ആർക്കിൻ്റെ ഗ്യാപ്പ് ലെങ്ത്, അതായത് ആ കോണ്ടാക്റ്റ് തമ്മിലുള്ള ഗ്യാപ്പ് ലെങ്ത് കുറവ് മതി, പ്ലെയിൻ ബ്രേക്കിൻ്റെ അത്രയും നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് കനോട്ട് ബി യൂസ് ഫോർ വെരി ലോ ഓർ വെരി ഹൈ ഫോൾട്ട് കറണ്ട്. ഇപ്പം വെരി ഹൈ ഫോൾട്ട് കറണ്ട് ആണ് വരുന്നതെങ്കിൽ അവിടെ ഒരു ഹൈ പ്രഷറാണ് ഉണ്ടാവുക. അപ്പം ഹൈ പ്രഷർ കാരണം ആ ചേംബർ തന്നെ ബ്ലാസ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം അത്
ഡേഞ്ചറാണ്. പിന്നെ വെരി ലോ ആണ് വരുന്നതെങ്കിൽ വളരെ കുറവ് പ്രഷറെ ജനറേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഫോൾട്ട് കറണ്ടിനെ ചിലപ്പം എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതൊരു പ്രശ്നമാണ്. സോ അതാണ് സെൽഫ് ബ്ലാസ്റ്റ് OLCB. ഇനി അടുത്തത് ഫോഴ്സ്ഡ് ബ്ലാസ്റ്റ് OLCB. So forced blast OLCB means R control is provided by mechanical means external to the circuit breaker. So forced blast OLCBയിൽ നമ്മൾ സെൽഫ് ബ്ലാസ്റ്റ് കമ്പയർ ചെയ്യുമ്പം അവിടെ ആർക്കിംഗ് ടൈം കൂടുതലാണ്. പ്ലെയിൻ ബ്രേക്കിനേക്കാളും കുറവാണ്. എന്നാലും സെൽഫ് ബ്ലാസ്റ്റിൽ ആർക്കിംഗ് ടൈം കൂടുതലാണ്. അതുകൂടാതെ തന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പം അതായത് ഇൻകൺസിസ്റ്റൻറ്റ് വെൻ ഓപ്പറേറ്റിംഗ് അഗെയിൻസ്റ്റ് കറൻറ്റ്സ് ലെസ് ദാൻ റേറ്റഡ് കറൻറ്റ്. ഇപ്പം നമ്മൾ ഫോഴ്സ് ബ്ലാസ്റ്റിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത് ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം സെൽഫ് ബ്ലാസ്റ്റിൽ ഞാൻ പറഞ്ഞു ആ ഫോൾട്ട് കറണ്ട് എന്താണോ ഉണ്ടായ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് ആ ഫോൾട്ട് കറണ്ടുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത്. അതായത് ഫോൾട്ട് കറണ്ട് വെച്ചിട്ടല്ല അവിടെ പ്രഷർ ജനറേറ്റ് ചെയ്യുന്നത്. നമ്മളൊരു എക്സ്റ്റേണൽ മീൻസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ ഒരു പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ യൂസ് ചെയ്തിട്ടാണ് ഒരു ഹൈ പ്രഷർ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് ബ്ലാസ്റ്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ മൂവിങ് കോണ്ടാക്റ്റുമായിട്ടൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൂവിങ് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ആകുമ്പോൾ, അതായത് ഇപ്പോൾ ഫോൾട്ട് കറണ്ട് വന്നു, അപ്പോൾ മൂവിങ് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ആയി. മൂവിങ് കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ആകുമ്പോൾ ഈ മൂവിങ് കോണ്ടാക്റ്റുമായിട്ട് പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ആ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിൽ നിന്ന് ഒരു ഹൈ പ്രഷർ ഒരു ഓയിൽ ഈ കോണ്ടാക്റ്റിൻ്റെ ഇടയ്ക്കോട്ട് ഡയറക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ഫോഴ്സ് ചെയ്യും. സോ അങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പം അവിടെ ഉണ്ടായ ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. അങ്ങനെ പെട്ടെന്ന് തന്നെ നമുക്ക് ആർക്കിനെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റും. സെൽഫ് ബ്ലാസ്റ്റിൽ എടുക്കുന്ന അത്രയും ആർക്കിംഗ് ടൈം ഇവിടെ ഇല്ല. ആർക്കിംഗ് ടൈം കുറവാണ്. ആർക്കിംഗ് ടൈം കുറവ് മീൻസ് നമുക്ക് പെട്ടെന്ന് തന്നെ ആർക്കിനെ ഇല്ലാതാക്കാം. അപ്പം ഇവിടെ ഫോഴ്സ് ബ്ലാസ്റ്റിൽ the pressure is created which is independent of the fault current to be broken. So അതാണ് സെൽഫ് ബ്ലാസ്റ്റ് ആൻഡ് ഫോഴ്സ് ബ്ലാസ്റ്റ്. അപ്പം മെയിനായിട്ട് OLCBയിൽ വരുന്ന ക്ലാസിഫിക്കേഷൻ ആണ് പ്ലെയിൻ ബ്രേക്ക് OLCB, ബൾക്ക് OLCB ആൻഡ് ലോ OLCB. ബൾക്ക് OLCBയിൽ വരുന്ന രണ്ട് ക്ലാസിഫിക്കേഷനാണ് പ്ലെയിൻ ബ്രേക്ക് ആൻഡ് ആർ കൺട്രോൾ OLCB. ആർ കൺട്രോളിൽ വരുന്ന രണ്ടെണ്ണമാണ് സെൽഫ് ബ്ലാസ്റ്റ് ആൻഡ് ഫോഴ്സ് ബ്ലാസ്റ്റ്. ഇനി മെയിനായിട്ടുള്ള ക്ലാസിഫിക്കേഷനിലെ സെക്കൻഡ് വൺ ആണ് ലോ OLCB. സോ ലോ OLCBയുടെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ലോ OLCBയിൽ ഒരു മിനിമം എമൗണ്ട് ഓഫ് ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആർക്ക് എക്സ്റ്റിങ്ഷന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. സോ ഇവിടെ രണ്ട് ചേംബറാണ് യൂസ് ചെയ്യുന്നത്. അപ്പർ ചേംബർ which is the circuit breaking chamber and lower chamber is just a supporting chamber. So രണ്ടും ഒരു പാർട്ടീഷൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സർക്യൂട്ട് ബ്രേക്കർ ചേംബറിൽ ഒരു വളരെ സ്മോൾ എമൗണ്ട് ഓഫ് വോളിയം ഓഫ് ഓയിൽ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അതിപ്പം ആർക്ക് എക്സ്റ്റൻഷന് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഇൻസുലേറ്റിംഗ് പേർപ്പസിന് വേണ്ടി ഈ ഓയിൽ യൂസ് ചെയ്യുന്നില്ല. ഇനി അതുകൂടാതെ നമ്മളിപ്പോൾ സപ്പോർട്ടിംഗ് ചേംബറിൽ യൂസ് ചെയ്യുന്ന ഓയിൽ ഈ ആർക്കിംഗ് പ്രൊഡക്ട്സ് കാരണം കണ്ടാമിനേറ്റും ചെയ്യുന്നില്ല. കാരണം രണ്ടും സെപ്പറേറ്റ് ഒരു ചേംബറിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് റിക്വയർസ് ലെസ്സർ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ, റിക്വയർസ് സ്മോളർ സ്പേസ്, പിന്നെ റിസ്ക് ഓഫ് ഫയർ കുറവാണ്, മെയിൻ്റനൻസ് പ്രോബ്ലംസ് ആർ റെഡ്യൂസ്ഡ്. അതായത് ഓയിലിനെ നമുക്ക് എപ്പോഴും റീപ്ലേസ് ചെയ്യേണ്ടി വരത്തില്ല. ഇനി അടുത്തത് സെക്കൻഡ് ടൈപ്പ് ഓഫ് സർക്യൂട്ട് ബ്രേക്കറാണ് എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ എയർ ബ്ലാസ്റ്റ് സർക്യൂട്ട് ബ്രേക്കറിലൊരു ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് ആണ് ഈ കോണ്ടാക്റ്റിന് ഇടയ്ക്കോട്ട് നമ്മൾ ഫോഴ്സ് ചെയ്യുന്നത്. സോ കോണ്ടാക്റ്റ് സെപ്പറേറ്റ് ആകുമ്പോൾ തന്നെ നമ്മളൊരു ഹൈ പ്രഷർ എയർ ബ്ലാസ്റ്റ് ഡയറക്റ്റ് ചെയ്യും. അങ്ങനെ ഈ എയർ കാരണം അവിടെ ഡീഅയണൈസേഷൻ നടക്കും. അതായത് ആ ആർക്കിനെ ഒന്ന് കൂള് ചെയ്യും. സോ കൂള് ചെയ്യുമ്പം അതുകൂടാതെ തന്നെ ഹൈ പ്രഷറിലാണ് ഇത് ഫോഴ്സ് ചെയ്യുന്നത്. സോ അത് കാരണം ആ കോണ്ടാക്റ്റിനിടയ്ക്കുള്ള ആർക്കിംഗ് പ്രൊഡക്റ്റിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ ഈ ആർക്കിംഗ് പ്രൊഡക്റ്റ് അറ്റ്മോസ്ഫിയറിലോട്ടാണ് നമ്മൾ എക്സോസ്റ്റ് ചെയ്യുന്നത്. അതൊരു പ്രശ്നമാണ്. ആർക്കിംഗ് പ്രൊഡക്റ്റിനെ അറ്റ്മോസ്ഫിയറിലോട്ടാണ് എക്സോസ്റ്റ് ചെയ്യുന്നത്. ഓയിലിൽ വരുന്നത് ഓയിലിലാണ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇനി അഡ്വാൻറ്റേജ് വരുന്നത് കമ്പയർഡ് ടു OLCB the risk of fire is eliminated. The arcing products are completely removed by the blast, whereas the oil deteriorates with successive operations. The expense of regular oil replacement is avoided. അപ്പോൾ ആർക്കിംഗ് പ്രൊഡക്റ്റിനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട്
സർക്യൂട്ട് ബ്രേക്കറിൽ നിന്ന് റിമൂവ് ചെയ്യുന്നുണ്ട്. അപ്പം ഓയിൽ സി ബി കമ്പയർ ചെയ്യുമ്പോൾ അവിടെ ഓയിൽ ഓരോ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഡിറ്റീരിയോറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ അതൊരു ഓയിൽ സി ബിയിൽ പ്രശ്നമായിരുന്നു. ഇവിടെ അത് അഡ്വാൻറ്റേജ് ആണ്, കാരണം ആർക്കിംഗ് പ്രോഡക്റ്റ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നു. ഇനി അതുകൂടാതെ ഈ കോണ്ടാക്ട് ഗ്യാപ്പ് റിക്വയർഡ് ഫോർ ആർക്ക് എക്സ്റ്റിങ്ഷൻ ഈസ് വെരി ലെസ്. ദിസ് റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദ ഡിവൈസ്. ഓക്കെ, അപ്പം കോണ്ടാക്ട് ഗ്യാപ്പ് ജസ്റ്റ് മൂവിങ് കോണ്ടാക്റ്റ് ഫിക്സഡ് കോണ്ടാക്റ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എയർ ബ്ലാസ്റ്റ് ഫോഴ്സ് ചെയ്യും, ഹൈ പ്രഷർ. സോ അത് കാരണം, അതായത് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നതാണ്. സോ ഫോഴ്സ് ചെയ്യുന്നത് കാരണം നമുക്ക് സൈസ് ഓഫ് ദ ഡിവൈസ് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, the arcing time is very small due to the rapid build-up of dielectric strength between contacts. Due to lesser arc energy, air blast CB are very suitable for conditions where frequent operation is required. ഇപ്പോൾ ഫ്രീക്വൻറ്റ് ഓപ്പറേഷൻ യൂസ് ചെയ്യാനും നമുക്ക് എയർ ബ്ലാസ്റ്റ് CB യൂസ് ചെയ്യാം. The energy supplied for arc extinction is obtained from high pressure air and is independent of the current to be interrupted. ഇപ്പോൾ നമ്മൾ സെൽഫ് ബ്ലാസ്റ്റ് ഓയിൽ CBയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഫോൾട്ട് കറണ്ടിന് ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളൊരു ഹൈ പ്രഷറാണ് നമുക്ക് കിട്ടുന്നത്, ഒരു പ്രഷറാണ് കിട്ടുന്നത്. അപ്പോൾ ഈ കേസിൽ എയർ ബ്ലാസ്റ്റ് നമ്മൾ ഫോഴ്സ് ചെയ്താലും അതായത് ഹൈ പ്രഷറിലുള്ള എയർ ബ്ലാസ്റ്റ് ഫോഴ്സ് ചെയ്താലും ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ വാല്യൂ ഓഫ് ഫോൾട്ട് കറണ്ട് ടു ബി ഇൻറ്ററപ്റ്റഡ്. ഡിസഡ്വാൻറ്റേജ്, ദ എയർ ഹാസ് റിലേറ്റീവ്ലി ഇൻഫീരിയർ ആർക്ക് എക്സ്റ്റിങ്ക്വിഷിംഗ് പ്രോപ്പർട്ടീസ്. സോ ബാക്കിയുള്ള മീഡിയമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയർ ഹാസ് ഇൻഫീരിയർ ആർക്ക് എക്സ്റ്റിങ്ക്വിഷിംഗ് പ്രോപ്പർട്ടി. So considerable maintenance is required for the compressor plant which supplies the air blast. So ഈ എയർ ബ്ലാസ്റ്റ് നമ്മളൊരു കംപ്രസർ പ്ലാനിലായിരിക്കും കംപ്രസർ പ്ലാനിലാണ് എയർ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെ കംപ്രസർ പ്ലാനിന് ഒരു റെഗുലറായിട്ട് നമ്മൾ മെയിൻ്റനൻസ് കൊടുക്കേണ്ടി വരും. ഈ ടൈപ്സ് ഓഫ് എയർ ബ്ലാസ്റ്റ് CB, ആക്സിൽ ബ്ലാസ്റ്റ്, ക്രോസ് ബ്ലാസ്റ്റ് ആൻഡ് റേഡിയൽ ബ്ലാസ്റ്റ്. ആക്സിൽ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് പാത്തിൻ്റെ അതിൻ്റെ ആക്സിലായിട്ട്, അതായത് ഇറ്റ് ഈസ് ഡയറക്റ്റഡ് എലോങ് ദ ആർക്ക് പാത്ത്. ഓക്കെ, ഇപ്പം ആർക്ക് പാത്തിന് ആ സെയിം ഡയറക്ഷനിൽ തന്നെയാണ് നമ്മൾ എയർ ബ്ലാസ്റ്റ് ഫോഴ്സ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ ക്രോസ് ബ്ലാസ്റ്റ് ആണ്. ക്രോസ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്ക് പാത്തിന് ജസ്റ്റ് റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ക്രോസ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. ഇനി റേഡിയൽ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻ വിച്ച് ദ എയർ ബ്ലാസ്റ്റ് ഈസ് ഡയറക്റ്റഡ് റേഡിയലി. സോ ഇത്രയാണ് ടൈപ്സ് ഓഫ് എയർ ബ്ലാസ്റ്റ് CB. താങ്ക് യു.